ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ലൂർദ് മാതാവിനെയാണ്. ഫ്രാൻസിലെ ലൂർദിൽ വെച്ച് ബെർണലീത്തായ്ക്കും അവളുടെ സഹോദരിക്കും സുഹൃത്തിനുമാണ് 1758 ഫെബ്രുവരി 11 ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടായത്. ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ വിറക് ശേഖരിക്കാൻ നദീതീരത്ത് രണ്ട് സുഹൃത്തുക്കളോടുമൊപ്പം എത്തിയ ബെർണലീത്ത അവിടെയുള്ള ഒരു ഗുഹയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഗുഹയിൽ അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം. ആ വെളിച്ചത്തിനുള്ളിൽ ശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള വസ്ത്രവും ആകാശനീല നിറത്തിലുള്ള കച്ചയും ധരിച്ച് കൈകളിൽ ജപമാലയും പാദങ്ങളിൽ മഞ്ഞ പനിനീർ പുഷ്പങ്ങളും നിറഞ്ഞ അഴകാർന്ന ഒരു സ്ത്രീരൂപം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ യുവതി ബെർണലീത്ത ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും മറഞ്ഞു കഴിഞ്ഞു. മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിൽ തന്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ബെർണലീത്തായോട് താൻ അമലോത്ഭവയാണെന്ന് പരിശുദ്ധയമ്മ പറഞ്ഞു. അങ്ങനെ 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രത്യക്ഷപ്പെടലുകൾ അതിമാനുഷികമാണെന്ന് സഭ പ്രഖ്യാപിച്ചു. ഇതിനിടെ ലൂർദിൽ മാതാവിന്റെ മധ്യസ്ഥതയാൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ കന്യകാമാതാവിന്റെ പ്രത്യക്ഷപ്പെടലിന് ഓർമ്മ തിരുനാൾ സ്ഥാപിക്കുവാൻ സഭയെ പ്രേരിപ്പിച്ചു. 1933 ഡിസംബർ 8 11 പിയൂസ് മാർപ്പാപ്പ ബെർണലീത്തായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നമുക്കും ലൂർദ് മാതാവിനോട് പ്രാർത്ഥിക്കാം.